ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് 6/1/2024 ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, 3rd സെമസ്റ്റർ ഡിഗ്രി എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പലർക്കും കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിക്കുന്നില്ല, ഓപ്ഷൻ കാണിക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നൊരു ഡേ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ പോലും പലർക്കും ഇപ്പോൾ അത് അവൈലബിൾ ആയി കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം കമൻറ്റിൽ പല സ്റ്റുഡൻസും പറയുകയുണ്ടായി. അപ്പം എല്ലാവരും ചെക്ക് ചെയ്യുക. ആൻഡ് ആൾസോ ആർക്കെങ്കിലും ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഡേയ്സും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് എന്തെങ്കിലും അപ്ഡേഷൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കും. അത് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി പൂർണ്ണമായിട്ടും സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഡോണ്ട് വെറി വിത്ത് ദാറ്റ്. നമുക്ക് ഇനിയും ദിവസങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി ഉണ്ട്. അപ്പം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് മറ്റൊന്ന്, 3rd സെമസ്റ്ററിൻ്റെ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ January 17 ടൈം ടേബിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ചാനൽ അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം, അത് യൂസ്ഫുൾ ആക്കാം. മറ്റുള്ള ഇൻഫർമേഷനിലേക്ക് പോകുമ്പം ഫെബ്രുവരിയിൽ നടത്തിയ 2ാം സെമസ്റ്റർ LLM പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് 2024 January 20 വരെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ ഓഗസ്റ്റിൽ നടത്തിയ 4ാം സെമസ്റ്റർ MCA ഡിഗ്രി 2020 സ്കീംസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 2023 സെപ്റ്റംബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ BPA മ്യൂസിക് വീണ പരീക്ഷയുടെ പ്രാക്ടിക്കൽ 2024 January 16 മുതൽ 18 വരെ തിരുവനന്തപുരം ശ്രീ സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ നടത്തുന്നതാണ്. ഡിസംബറിൽ നടത്തിയ 5ാം സെമസ്റ്റർ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പരീക്ഷയുടെ പ്രാക്ടിക്കൽ January 11 അതാത് കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുന്നതാണ്. ഇനി ടൈം ടേബിൾ ഡീറ്റെയിൽസ് ആണ്. കേരള സർവകലാശാല ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ വിദൂര വിദ്യാഭ്യാസം കേന്ദ്രം 2024 January 23 February 7 തീയതികളിൽ നടത്തുന്ന 1-2 സെമസ്റ്റർ സെമസ്റ്റർ MA MSc MCOM റെഗുലർ 2022 അഡ്മിഷൻ, ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി 2021 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 19-20 അഡ്മിഷൻ, മെയ്സ് 16-18 അഡ്മിഷൻ പരീക്ഷകളുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി സ്ക്രൂട്ടിനി ഡീറ്റെയിൽസ് ആണ്. കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയർ 2022 ജൂലൈയിൽ നടത്തിയ 1ാം സെമസ്റ്റർ BTech 2020 സ്കീം 2022 ഒക്ടോബറിൽ നടത്തിയ 3ാം സെമസ്റ്റർ BTech 2020 സ്കീം 2023 ജാനുവരിയിൽ നടത്തിയ 2ാം സെമസ്റ്റർ BTech 2020 സ്കീം 2023 ഫെബ്രുവരിയിൽ നടത്തിയ 4ാം സെമസ്റ്റർ BTech 2020 സ്കീം എന്നീ പരീക്ഷകളുടെ സൂക്ഷ്മപരിശോധനയ്ക്കും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ തിരിച്ചറിയൽ കാർഡും ഹോൾ ടിക്കറ്റുമായിട്ട് January 8 മുതൽ 10 വരെയുള്ള പ്രവർത്തനങ്ങളിൽ റീവാലുവേഷൻ EJ 7 സെക്ഷനിൽ ഹാജരാകേണ്ടതാണ്. സോ ഇവ ഇത്രയുമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. കൂടുതൽ ഒഫീഷ്യൽ ഇൻഫോർമേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ ഇൻഫോർമേഷൻ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിളായി കിട്ടുന്നതായിരിക്കും. ആൻഡ് ആൾസോ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തിക്കുകയുള്ളൂ. താങ്ക് യു സോ മച്ച്.